മരണത്തെ പിറവി പോലെ തന്നെ ആഘോഷമായി കണ്ട മഹാമനുഷ്യയായിരുന്നു എം.ടി. കാലത്തിന്റെ ഒഴുക്കിനൊപ്പം മനുഷ്യ മനസ്സിന്റെ സംഘർഷങ്ങൾ കൂടി അക്ഷരങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്ത എഴുത്തിന്റെ പെരുന്തച്ഛൻ. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ എത്തിപ്പെടുമെന്നാണ് എം.ടി. വിശേഷിപ്പിച്ചത്. എഴുത്തിന്റെ മഹാമാന്ത്രികൻ, മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ, മലയാളത്തിലെ വിഖ്യാത സാഹിത്യകാരൻ. വിശേഷണങ്ങൾ ഏറെയാണ് എം.ടിക്ക്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് എം.ടി. രണ്ടക്ഷരം കൊണ്ട് ലോക സാഹിത്യത്തിന്റെ നടുമുറ്റത്ത് സ്വന്തം കസേര വലിച്ചിട്ടിരുന്ന മഹാമനുഷ്യൻ. എം.ടി. എന്ന രണ്ടക്ഷരം ഇനി സാഹിത്യലോകത്തിന്റെ നടുമുറ്റത്ത് തിളങ്ങി നിൽക്കും. നോവലിസ്റ്റ്, അധ്യാപകൻ, പത്രാധിപൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് തുടങ്ങി എം.ടി. കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നുമില്ല. പതിറ്റാണ്ടുകൾ നീണ്ട സാഹിത്യ ജീവിതത്തിൽ ഒരു പിടി മനുഷ്യരെ കഥാപാത്രങ്ങളായി സൃഷ്ടിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. വിക്ടോറിയയിലെ പഠനകാലത്ത് ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ പ്രസിദ്ധീകരിച്ചു. 1954 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ എം.ടി. ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. പാതിരാവും പകൽ വെളിച്ചവുമാണ് എം.ടിയുടെ തൂലികയിൽ പിറന്ന ആദ്യ നോവൽ. പിന്നീട് നാലുകെട്ട്, മഞ്ഞ്, വിലാപയാത്ര, രണ്ടാമൂഴം, അസുരവിത്ത്, കാലം, നിർമാല്യം തുടങ്ങി നിരവധി നോവലുകളും കഥകളും എം.ടിയുടെ തൂലികയിൽ പിറന്നു. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥയെഴുതി എം.ടി. ചലച്ചിത്ര ലോകത്തേക്കും പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിച്ചു. തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ ലഭിച്ചു. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ് എം.ടി. എന്ന രണ്ടക്ഷരമായി മലയാള സാഹിത്യത്തെ അടക്കി ഭരിച്ചത്. 1933 ജൂലൈ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം.ടിയുടെ ജനനം. ജന്മം കൊണ്ട് കൂടല്ലൂരുകാരനായ എം.ടി. കർമ്മം കൊണ്ട് തിരൂരുകാരനും ജീവിതം കൊണ്ട് കോഴിക്കോടുകാരനുമായി. പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും തന്റെ സാഹിത്യ ജീവിതം എം.ടിക്ക് സമ്മാനിച്ചു. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമരനെല്ലൂർ ഹൈസ്കൂൾ, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും എം.ടി. പഠനം പൂർത്തിയാക്കി. പഠനശേഷം അധ്യാപനം തിരഞ്ഞെടുത്തു. പിന്നീട് മാതൃഭൂമിയിൽ ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. വിട മലയാള സാഹിത്യത്തിന്റെ യുഗപുരുഷന്. മലയാളം മനസ്സുകളിൽ ഉരുകിത്തീരാത്ത മഞ്ഞായി എന്നും എം.ടി. എന്ന രണ്ട് വലിയ അക്ഷരമുണ്ടാകും. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ.